അതിരപ്പള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിലെ കുമ്മാട്ടിപ്പാലം തകർന്നു. അന്തർ സംസ്ഥാന യാത്രക്കാരും വിനോദസഞ്ചാരികളും ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട പാതയിൽ ഗതാഗത തടസ്സം ആണ്. ഇന്ന് പെയ്ത കനത്ത മഴയെ തുടർന്നാണ് പാലം ഇടിഞ്ഞത്. കാലവർഷം കനക്കുന്നതോടെ ഈ താൽക്കാലിക പാത ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ന്യൂസ് മലയാളം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ലെവിൻ കെ വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലെവിൻ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മളിത് ചൂണ്ടിക്കാട്ടിയതാണ്, അതേപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിലാണ് ഈ കുമ്മാട്ടിപ്പാലം തകർന്നു പോയത്. നേരത്തെ ഒരു വർഷം മുൻപ് ഈ പാലം തകർന്നിട്ടും അതിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കാനോ അറ്റകുറ്റപ്പണികൾ നടത്താനോ ജില്ലാ ഭരണകൂടമോ അല്ലെങ്കിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള അനുമതിയും അടക്കമുള്ള കാര്യങ്ങളിൽ അനാസ്ഥ ഉണ്ടാവുകയും ചെയ്തതോടുകൂടിയാണ് ഈ പാലം തകരുകയും അന്തർ സംസ്ഥാന യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന വിധത്തിലുള്ള ബുദ്ധിമുട്ട് ഇപ്പോൾ ഉണ്ടാവുകയും ഇന്നലെ ഈ പാലം രാത്രി പാലം തകർന്നതിന് പിന്നാലെ തന്നെ ഈ ആതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിലെ ഗതാഗതം പൂർണ്ണമായും ജില്ലാ ഭരണകൂടം നിരോധിച്ചിരിക്കുകയുമാണ്. നേരത്തെ പാലം തകർന്നപ്പോൾ ഒരു താൽക്കാലികമായ മൺതിട്ടയുണ്ടാക്കി വഴിയുണ്ടാക്കിയാണ് വാഹനങ്ങളെ കടത്തിവിട്ടിരുന്നത്. പക്ഷേ മാസങ്ങളോളം ആ പാലം ആ നിലയിൽ തകർന്ന് അങ്ങനെ ആ നിലയിൽ കിടക്കുകയും മറ്റും ചെയ്തു. എന്നിട്ടും അധികൃതർ അത് നന്നാക്കാനുള്ള നടപടികൾ ഉണ്ടായില്ല. ജില്ലാ കളക്ടറായിരുന്ന അർജുൻ പാണ്ഡ്യൻ 2025 നവംബറിനകം തന്നെ ഈ പാലം അറ്റകുറ്റപ്പണികൾ തീർത്ത് ഗതാഗത യോഗ്യമാക്കണമെന്നുള്ള കർശന നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും അതൊന്നും പാലിക്കാൻ അധികൃതർ തയ്യാറായില്ല. ആദ്യഘട്ടത്തിൽ വനം വകുപ്പ് ഈ നിർമ്മാണം നടത്തുന്നതിനുള്ള അനുമതി നൽകാൻ താമസിച്ചു. പക്ഷേ പിന്നീട് ആ അനുമതി ലഭിച്ചിട്ടും തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. നിലവിൽ ഇപ്പോൾ ആതിരപ്പള്ളിയിൽ നിന്നും മലക്കപ്പാറയിലേക്കും തിരിച്ചും പൊള്ളാച്ചിയിൽ നിന്നും അല്ലെങ്കിൽ വാൽപ്പാറയിൽ നിന്നും തിരിച്ചും വരുന്നതിനുള്ള അന്തർ സംസ്ഥാന യാത്രക്കാരുടെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലുമുള്ള വാഹനങ്ങൾ ഇപ്പോൾ മറ്റു ബദൽ മാർഗങ്ങൾ തേടി സഞ്ചരിക്കണമെന്നുള്ള നിർദ്ദേശവും ജില്ലാ ഭരണകൂടം പുറത്തിറക്കിയിട്ടുണ്ട്. നേരത്തെ ഈ പാലം തകർന്ന സമയത്ത് തന്നെ നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും അടിയന്തരമായ അറ്റകുറ്റപ്പണികൾ നടത്തിയില്ലെങ്കിൽ അത് അന്തർ സംസ്ഥാന യാത്രക്കാരെ അടക്കം ബാധിക്കും എന്നുള്ളത് ചെയ്തതാണ്. പക്ഷേ നടപടികൾ ഉണ്ടായില്ല. അതിനിടയിലാണ് വേനൽ മഴ ശക്തമാവുകയും. അതാണ് ലെവിൻ, എന്തെങ്കിലും ഒരു സംഭവം ചൂണ്ടിക്കാണിച്ച് അതിലൊരു നടപടി ഉണ്ടാകാൻ നല്ല കാലതാമസമാണ്. ഇവിടെ ഒരു ദുരന്തം വരുന്നത് വരെ കാത്തിരിക്കും ഒരു പണി തുടങ്ങാനായി. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിലെ പ്രശ്നമൊക്കെ നേരത്തെ തന്നെ അധികൃതരെ അറിയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം പോലും ന്യൂസ് മലയാളം ഈ വാർത്തയിലൂടെ അധികാരികളുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം എത്തിച്ചതാണ്. ഇപ്പോൾ അവിടെ പാലം തകർന്നു പോയിരിക്കുന്നു. നമുക്ക്